ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ അലോകിന്റെ കൊലക്കുറ്റം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതറിയുന്ന ഗോമതി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ബാലന്റെ അടുത്തേക്ക് ചെല്ലും. വേണ്ട ബാലേട്ട, എന്റെ ബാലേട്ടൻ ഒരു കൊലപാതകയായി മാറുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല ബാലേട്ട എന്നും പറഞ്ഞ് കരയാം. പിന്നെ എന്താ ഗോമതി നമ്മുടെ മുന്നിൽ ഒരു വഴി? നമ്മളുടെ മോളുടെ ഭാവിയെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? നിങ്ങളിലേക്ക് ഈ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവൻ എന്തിന് ഇവളുടെ മുറിയിൽ കയറി എന്നൊരു ചോദ്യം വരും. അതിന് നമ്മുടെ കൈ മറുപടി ഉണ്ടോ? ഈ നാട്ടുകാർ മുഴുവനും എന്തൊക്കെ പറഞ്ഞു പരത്തും. പിന്നെ നല്ലൊരു വിവാഹാലോചന വരുമോ നമ്മുടെ മോൾക്ക്? നമ്മുടെ മോളുടെ ജീവിതം തന്നെ നശിച്ചു പോവില്ലേ? നീ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പഠിക്കുക ഗോമതി എന്ന് പറയണം. ഇപ്പം ഞാൻ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കൃഷ്ണമംഗലത്തുകാരോടുള്ള പക കാരണം അവനെ ഞാൻ കൊന്നതാണെന്ന് നാട്ടുകാരും പോലീസും എന്തിന് കൃഷ്ണമംഗലത്തുകാർ വരെ പെട്ടെന്ന് വിശ്വസിച്ചോളും. അതിനു മുകളിൽ വലിയൊരു അന്വേഷണമൊന്നും വരാൻ പോകുന്നുമില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ബാലൻ പറയുന്നതെല്ലാം കാര്യമായതുകൊണ്ട് തന്നെ ഗോമതി തലയും കുമ്പിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന അനുവിന് വളരെയധികം സങ്കടം വരിക. താൻ ഒറ്റ ഒരാൾ കാരണമാണല്ലോ തൻ്റെ കുടുംബം ഈ വിധം നശിച്ചു പോയത് എന്ന കുറ്റബോധം കൊണ്ട് അനുവാണ് പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ബാലൻ അനുവിനെ ഒന്ന് തുറിച്ചു നോക്കുക. ഇതേ സമയം ആശുപത്രിയിൽ ആനന്ദ് താൻ മേടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകളും പിടിച്ച് ആകെ സങ്കടത്തോടെ ഇരിക്കുക. അച്ഛയുടെ കുഞ്ഞ്, അച്ഛനെ വിട്ട് നീ പോകല്ലേ എന്നൊക്കെ മനസ്സുരുകി ആ കുഞ്ഞിനോട് പറയണേ കേട്ടോ. ഇതേ സമയമാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണുന്ന ആനന്ദ് ഡോക്ടറെ പിന്നാലെ ചെല്ലും. ഡോക്ടർ ഡോക്ടർ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഡോക്ടർ തിരിഞ്ഞു നോക്കുമ്പോൾ നേഴ്സിനോട് ആരാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പം നേഴ്സ് പറയും, ഇത് ഇപ്പം തിയേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുപോയില്ലേ ശ്രീദേവി, അവരുടെ ഹസ്ബൻഡാണ് ഡോക്ടർ എന്ന് പറയും. അതെയോ ഡോക്ടർ, എൻ്റെ ദേവിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? കുഞ്ഞ് സേഫ് അല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അത് ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഹെവി ബ്ലീഡിങ് ആയിരുന്നു. ദേവിയുടെ ബ്ലീഡിങ് ഇതുവരെ ഞങ്ങളുടെ കൺട്രോളിലായിട്ടില്ല. ഇപ്പം അവളെ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. എന്ത് തിയേറ്ററിലേക്ക് മാറ്റുകയോ? ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? അതിനർത്ഥം എൻ്റെ കുഞ്ഞിന് എന്തോ ആപത്തുണ്ടെന്നാണോ? ഡോക്ടർ ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണേ, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേ എന്നൊക്കെ ആനന്ദ് ഡോക്ടറുടെ മുന്നിൽ നിന്ന് കരയാണ്. എന്തും ചെയ്തും അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാൻ തന്നെ ഞങ്ങൾ ഇവിടെ നോക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം ശ്രീദേവിയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. ബ്ലീഡിങ് കൺട്രോളിലാകാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമിത പ്രതീക്ഷ തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇപ്പം എങ്ങനെയെങ്കിലും അമ്മയെങ്കിലും അപകടനിലയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കൺസെന്റ് ലെറ്ററിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്ത് തരണം എന്ന് പറയാം. ഇത് കേൾക്കുന്ന നമ്മുടെ ആനന്ദിൻ്റെ നെഞ്ച് തകരുകയാണ് കേട്ടോ. താൻ ആശിച്ച് മോഹിച്ച് ജനിക്കാൻ കാത്തിരുന്ന തൻ്റെ കുഞ്ഞിനി ഇല്ല എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ ആനന്ദിന് പറ്റുന്നില്ല. ഇല്ല ഡോക്ടർ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ, എത്ര കാശായാലും ഞാൻ ചിലവാക്കിക്കൊള്ളാം, എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു തരണേ എന്നും പറഞ്ഞ് ഡോക്ടറുടെ മുന്നിൽ നിന്ന് വീണ്ടും ആനന്ദ് കരയാം. അപ്പോഴത്തേക്കും പറയും, നിങ്ങളുടെ മാനസിക നില ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കൺട്രോളിലായി. ദേവിയെ എങ്ങനെയെങ്കിലും സേഫ് ആക്കാനാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമിത ഹോപ്പ് തരാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്. ഇല്ലാത്ത പ്രതീക്ഷ തന്ന് നിങ്ങളെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ കാര്യം തുറന്നു പറയുന്നത്. ഞാനിപ്പോൾ തിയേറ്ററിലേക്ക് പോകുന്നത് ഫർദർ പ്രൊസീജിയർ തുടങ്ങാനായിട്ട്. നിങ്ങൾ കൺസെന്റ് ലെറ്ററിൽ ഇവിടെ ഒപ്പിട്ട് കൊടുക്കൂ എന്നും പറഞ്ഞ് ഡോക്ടർ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അത് കേൾക്കുന്ന ആനന്ദ് ആകെ നെഞ്ച് തകർന്ന് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഹലോ ഹലോ എന്നും പറഞ്ഞ് ആകെ പതർച്ചയോടുകൂടിയാണ് പോലീസുകാരെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗോമതിയാണ് ബാലനെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കുക. പെട്ടെന്നാണ് ഗോമതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അലോകൻ്റെ കൈകൾ അനങ്ങുന്നത്. അപ്പം ബാലനെ വിളിക്കും, ബാലേട്ട ബാലേട്ട, പോലീസുകാരോട് പറയല്ലേ ബാലേട്ട. എന്താ ഗോമതി, ഞാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോമതി ഫോൺ പിടിച്ച് കട്ടാക്കിക്കുക. ദേ നോക്കൂ ബാലേട്ട, അലോകിന് അനക്കമുണ്ട്. അപ്പം ബാലൻ നോക്കുമ്പം അലോകൻ്റെ കൈകൾ അനങ്ങുന്നു. പതിയെ കണ്ണുകളൊക്കെ ചിമ്മി തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാണുന്ന അനുശ്രീക്കും സുകന്യയ്ക്കും ശ്വാസം നേരെ വീഴുകയാണ് കേട്ടോ. ഈശ്വരൻ കാത്തു എന്നും പറഞ്ഞ് അനുശ്രീ പ്രാർത്ഥിക്കുക. ഇതേസമയം കണ്ണു തുറന്ന് പതിയെ എഴുന്നേക്കുന്ന അലോകിനെ ബാലൻ പീഡിച്ച് വലിച്ച് എഴുന്നേപ്പിക്കുക. എടാ നാശം പിടിച്ചവന്, നീ എന്തിനാടാ ദേവമംഗലത്തേക്ക് കയറി വന്നത്? നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത് എന്നും പറഞ്ഞ് അവൻ്റെ കവളടക്കം വീണ്ടും വീണ്ടും അടിക്കുകയാണ് കേട്ടോ. നിന്നോടാ ഞാൻ ചോദിച്ചത്, ആരുടെ സഹായത്തോടെയാണ് നീ ദേവമംഗലത്തേക്ക് കയറിയതെന്ന്? ഇവിടെ ഇതുമാത്രം ദുരിതങ്ങൾ ഉണ്ടാക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? ആരാ നിന്നെ പറഞ്ഞയച്ചേ എന്നും ചോദിച്ച് ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഗോമതി വന്ന് ബാലനെ പിടിച്ചു മാറ്റുക. ബാലേട്ട, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ബാലേട്ടനെ ഇത്രയും നേരം ടെൻഷൻ അടിച്ചത് മതിയായില്ലേ? ഒരു വിധത്തിലാണ് അവന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇപ്പം അവൻ്റെ കൊലക്കുറ്റം ഏറ്റെടുക്കാൻ പോയ ബാലേട്ടൻ അതിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇനിയും അവനെ തല്ലി വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് വയ്യ.
ഒന്ന് ശാന്തതയോടെ പ്രവർത്തിക്ക് ബാലേട്ട എന്ന് പറയാം. അപ്പൊ ബാലന് ഒരു ശാന്തതയില്ല. എൻ്റെ കുടുംബം തകർക്കാൻ വന്ന ഇവനോട് ഞാൻ എന്ത് ശാന്തത കാണിക്കണമെന്നാ ഗോമതി പറയുന്നത്. നമ്മുടെ ദേവിമോളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോയെന്നറിയില്ല. നമ്മൾ എത്ര ആഗ്രഹിച്ച നമ്മുടെ പേരക്കുട്ടിയാ, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്ത ഇവനെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അലോകിനെ പിടിച്ചുയർത്തി വീണ്ടും വീണ്ടും തല്ലാണ് കേട്ടോ. അപ്പൊ അലോകിന് പ്രതിരോധിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. അപ്പത്തേക്കും നിന്നോടാ ഞാൻ ചോദിച്ചത്, ആര് പറഞ്ഞിട്ടാ നീ ദേവമംഗലത്തേക്ക് അനുശ്രീയുടെ റൂമിലേക്ക് കയറിയതെന്നാ ചോദിക്കുന്നത് എന്ന് പറയുമ്പം പെട്ടെന്ന് സുഗിനെ ഇങ്ങോട്ട് വരിക. ബാലേട്ട, ഇതൊക്കെ അവന്റെ പക കൊണ്ട് കയറി വരുന്നതാ, അല്ലാതെ ആരും അവനെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയതൊന്നുമല്ല. ദേവമംഗലത്തുകാരോടുള്ള കൊടിപ്പക കാരണം ഇവിടെയുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം കയറി വന്നതാ. ബാലേട്ടൻ വീട്, ഇങ്ങോട്ട് വാടാ, നീ എന്തിനാടെ ഇങ്ങോട്ട് കയറി വന്നത്, നിന്നെ ആരാടെ ഇങ്ങോട്ട് അയച്ചത് എന്നും ചോദിച്ച് സുഗിനെ വലിച്ചഴിച്ചോണ്ട് പോവാണ്. ഒരു വിധത്തിൽ ദേവമംഗലത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൃഷ്ണമംഗലത്തേക്ക് അയക്കുക. എങ്ങനെയല്ലോ നീ ഒന്ന് കൃഷ്ണമംഗലത്തേക്ക് പോകാൻ നോക്ക്, ഇനിയും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന അലോക് പതിയെ പതിയെ ആടി ആടി കൃഷ്ണമംഗലത്തേക്ക് കയറി പോവാണ്. ഇതേ സമയം അനുശ്രീയുടെ അടുത്തേക്ക് ബാലൻ ചെല്ലുക. എന്നിട്ട് അവളെ പേടിപ്പിക്കുന്ന രീതിയിലൊന്ന് നോക്കുക. അത് കാണുമ്പം അനുവിൻ്റെ ശ്വാസം കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ ഗോമതി ബാലനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഹാളിലേക്ക് പോവാം. അപ്പോൾ ബാലനാണെ തകർന്ന അവസ്ഥയിൽ അവിടെ ഇരിക്കുക. കാരണം ബാലന് മനസ്സിലായിട്ടുണ്ട് അനുശ്രീ കാരണമാണ് അലോക് ദേവമംഗലത്ത് കയറി വന്നതെന്ന്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഗോമതിയോട് ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹത്തോടെയാണോ വളർത്തിയത്, അവർക്ക് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ വളർത്തിയത്, എന്നിട്ട് നമ്മുടെ മക്കൾക്ക് എങ്ങനെ നമ്മളെ ചതിക്കാനായിട്ട് സാധിക്കുന്നു എന്നും ചോദിച്ച് കരയുന്ന ബാലനെ ഗോമതി ആശ്വസിപ്പിക്കുകയാണ്. ബാലേട്ട, ഇങ്ങനെയൊന്നും പറയല്ലേ, നമുക്കിപ്പം ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല, എത്രയും വേഗം ദേവിമോളുടെ അടുത്തേക്ക് പോകണം, അവിടെ മീനും ഒറ്റയ്ക്കേ ഉള്ളൂ, ഏത് അവസ്ഥയിലാണ് ദേവിയെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ബാലേട്ട എന്ന് പറയുമ്പം കുറ്റബോധം കൊണ്ട് അനു ആകെ വായും പൊത്തി കരയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ തന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ സംസാരിച്ചതെന്ന് മനസ്സിലാകുകയാണ് അനുശ്രീക്ക്. അങ്ങോട്ട് പോകാൻ പോലും ഉള്ള ധൈര്യം, അതായത് നമ്മുടെ ഗോമതി ബാലനും ഇരിക്കുന്നിടത്തേക്ക് പോകാനുള്ള ധൈര്യം പോലും അനുശ്രീക്കില്ല. ഇതേ സമയം ആടി ആടി കൃഷ്ണമംഗലത്തേക്ക് കയറി വരുന്ന അലോകിനെ കാണുന്ന രാജശ്രീ ഓടിച്ചെല്ലുക. ദേ അച്ചുവേട്ട, അലോക് വന്നു. എടാ, നീ ഇത് എവിടെയായിരുന്നു, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, നിന്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചു, ഒന്ന് വീടമ്മേ എന്നും പറഞ്ഞ് അപ്പം അലോക് കൈ തട്ടി മാറ്റുകയാണ്. അപ്പം അച്യുതം വരും. നീ എവിടെയായിരുന്നടാ, ഇന്ന് കമ്പനി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അനന്തേട്ടൻ നിന്നെയും കൂട്ടി പോകാൻ വേണ്ടി കുറേ തവണ വിളിച്ചു, അവസാനം നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ പോകേണ്ടതായിട്ട് വന്നു. അത് പിന്നെ അച്ഛ, ഞാനൊരു ടൂർണമെന്റിന് പോയതാ. ടൂർണമെന്റോ? എന്ത് ടൂർണമെന്റ്? അത് ഫുട്ബോൾ ടൂർണമെന്റ്. അതിന് നീ ഫുട്ബോളൊന്നും അങ്ങനെ കളിക്കാറില്ലല്ലോ മോനെ എന്ന് രാജശ്രീ ചോദിക്കാം. ഓ, എനിക്കൊന്ന് കളിക്കണമെന്ന് തോന്നി, ഞാൻ പോയി കളിച്ചു, അതിന് ഇത്ര ചോദ്യം ചെയ്യാൻ എന്താ, ഫോൺ വെല്ലടിച്ചത് ഞാൻ കേട്ടില്ല കളിക്കിടയിൽ എന്ന് പറയാം, അല്ലെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഫോൺ എടുക്കാനാ എന്നൊക്കെ അലോക് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോകിൻ്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ അച്യുതനും രാജശ്രീക്കും സംശയം തോന്നുക. അപ്പോൾ അച്യുതൻ അടുത്തേക്ക് വന്ന് ചോദിക്കും, അലോകെ, നീ ഈ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഒരിക്കൽ പോലും ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും താല്പര്യപ്പെടാത്ത ആളാ നീ. നീ ഫുട്ബോൾ കളിക്കാൻ ടൂർണമെന്റിന് പോയാ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ മാത്രം പൊട്ടനൊന്നും അല്ല ഞാൻ. സത്യം പറഞ്ഞോ, എന്താ നിനക്ക് സംഭവിച്ചത്? അല്ല, രാജശ്രീ പറഞ്ഞല്ലോ നിന്റെ കവിളൊക്കെ ചുമന്ന് കിടക്കുന്നുണ്ടായിരുന്നത്, എന്നിട്ട് അവന്റെ കവിളി പിടിച്ചു നോക്കുക, എന്താ പറ്റിയതെന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും വേദന കൊണ്ട് പയ്യെ കവിള് ചുളുക്കുക. വീടച്ച എന്ന് പറയാ. അത് ഞാനൊന്ന് വീണ് തന്ന അമ്മയോട് പറഞ്ഞല്ലോ, എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ചോദ്യം ചെയ്യാതെ അമ്മയ്ക്ക് അമ്മയുടെ ജോലി നോക്കിക്കൂടെ, എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രാജശ്രീ വന്ന് അച്യുതനോട് പറയും, അച്യുവേട്ടാ കണ്ടോ, അവന്റെ സ്വഭാവത്തിലൊക്കെ ആകെ മാറ്റം, നമ്മളോട് ഇന്ന വരെ തർക്കുത്തരം അവൻ പറഞ്ഞിട്ടുണ്ടോ, അവൻ പറയുന്നത് മുഴുവൻ കള്ളവാ, എന്തോ ഒളിപ്പിക്കാനുള്ള ശ്രമമാ എന്ന് പറയാണേ. ഇത് സമയം റൂമിലേക്ക് കയറി ചെല്ലുന്ന അലോകിന് മീനാക്ഷിയോട് കടുത്ത പക തോന്നുവാണ്. മീനാക്ഷി, നീ ഒറ്റ ഒരുത്തിയ എൻ്റെ സകല പ്ലാനുകളും പൊളിച്ചത്, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി, നിന്നെ സമാധാനത്തോടെ ദേവമംഗലത്ത് ജീവിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല, നിന്റെ ജോലി അതാണല്ലോ നിന്റെ അഹങ്കാരം, അതും ഞാൻ ഇല്ലാതാക്കും. അനു, നീ ഇനി എൻ്റെ പട്ടമഹിഷിയായിട്ട് ഈ കൃഷ്ണമംഗലത്ത് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഇതെൻ്റെ പുനർജന്മമാണ്, ഈ 2ാം ജന്മത്തിൽ അലോകിന് ആരോട് സ്നേഹമില്ല എന്നോടും എൻ്റെ കുടുംബത്തോടും അല്ലാതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ രാജശ്രീ അകത്തേക്ക് കയറി വരിക. എടാ മോനെ, നിനക്ക് എന്താടാ പറ്റിയത്, നിന്റെ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ നിൽക്കുന്നവളല്ലേ നിന്റെ അമ്മ, എന്നോട് സത്യം പറ എന്ന് പറഞ്ഞ് കവളി തലോടുമ്പം ഒറ്റ തട്ട് കൊടുക്കൂട്ടോ. അമ്മയ്ക്ക് ഇത് എന്താ, എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രാജശ്രീ കരയാ. കണ്ടോ ആദ്യമായിട്ടാ നീ എന്നോട് തർക്കുത്തരം പറയുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് നേരെ നീ കൈ ചൂണ്ടുന്നത്, നിനക്ക് എന്തോ സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ എൻ്റെ അലോകിനോ ഒരിക്കലും അവൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ സാധിക്കില്ല, എന്ത് സങ്കടമാണെങ്കിലും എന്നോട് തുറന്നു പറയടാ എന്നൊക്കെ
പറയുകയാണേ. അപ്പം രാജശ്രീയുടെ കണ്ണീര് കാണുമ്പം അലോകിന് സങ്കടം വരിക. ഞാൻ എൻ്റെ അമ്മയെ പോലും ഇന്ന് വേദനിപ്പിച്ചു. എല്ലാത്തിനും കാരണം ആ അനുശ്രീയും മീനാക്ഷിയും ഒക്കെ. അവരോട് ഞാൻ പക വീട്ടിയിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാം. മോനെ അലോകെ, നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് വീണ്ടും ചോദിക്കുക. അതമ്മേ, അമ്മ ഇപ്പം എന്നോടൊന്നും ചോദിക്കരുത്. അമ്മയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. മറ്റൊരാളോടുള്ള ദേഷ്യം ഞാൻ അമ്മയോട് കാണിച്ചത്. ഞാൻ അമ്മയോട് എല്ലാം തുറന്നു പറയാം. അമ്മ എനിക്കൊരു സാവകാശം താ എന്ന് പറയുകയാണേ. അപ്പം രാജശ്രീ അവിടെ മനസ്സോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം അലോകാണ് മുടിയൊക്കെ കൊരുത്ത് വലിക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സമയം നമ്മുടെ ഗോമതിയും ബാലനും ഒരു ഓട്ടോ വിളിച്ച് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബാലൻ ഓട്ടോക്കാരന് കാശ് കൊടുത്തിട്ട് ഓടി ഉള്ളിലേക്ക് കയറി പോവുക. അപ്പോൾ ഗോമതി പറയും, ബാലേട്ടാ പതിയെ ഞാനും കൂടി വരട്ടെ എന്ന് പറയുകയാണേ. ഇതേ സമയം മീനു ആണെങ്കിൽ ലീവിനായിട്ട് വിളിച്ച് ഓഫീസിലേക്ക് ചോദിക്കുക. സാർ, എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. എൻ്റെ ഏടത്തി ഹോസ്പിറ്റലിലാണ്, ഇപ്പോൾ ICUവിലാണ്. ഞാൻ ലീവ് ആപ്ലിക്കേഷൻ മെയിൽ ചെയ്തേക്കാം. എത്രയും പെട്ടെന്നൊന്ന് സാങ്ഷനാക്കി തരണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണ് ബാലനും ഗോമതിയും കൂടി എൻക്വയറി പോയി അന്വേഷിക്കുകയാണ് ശ്രീദേവി എന്നുള്ള പേഷ്യൻ്റ് എവിടെയാണെന്ന്. അപ്പോഴാണ് നമ്മുടെ ഗോമതിയുടെ ശ്രദ്ധയിൽ മീനു അവിടെ നിൽക്കുന്നത് കാണുന്നത്. ദേ ബാലേട്ട, മീനു നിൽക്കുന്നു, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഗോമതി ബാലനെ വിളിച്ചുകൊണ്ട് മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കും, മോളെ മീനു, ദേവിമോൾ എന്തേ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവളൊന്ന് കാണാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. അമ്മ ഒന്ന് സമാധാനപ്പെട്. കണ്ടില്ലേ ആനന്ദേട്ടൻ നിൽക്കുന്നത്? ആകെ ബഹളമായിരുന്നു. അമ്മ ഒന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ആനന്ദേട്ടൻ കൂടുതൽ വിഭ്രാന്തിയിലേക്ക് പോകും. അമ്മ സമാധാനത്തോടെ സംസാരിക്കുക. ഞാൻ എങ്ങനെ പെടണമെന്നാ മീനു നീ പറയുന്നത്? നമ്മുടെ ദേവിമോള് ഇവിടെ വയ്യാതെ കിടക്കുമ്പം എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അമ്മ, ഏടത്തെ ഇപ്പം ICUവിലാ. അയ്യോ, ICUവിലൊക്കെ കയറ്റാൻ മാത്രം എന്താ ദേവിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുക. അപ്പം ബാലൻ സമാധാനത്തോടെ ചോദിക്കും, മോളെ നീ കാര്യം പറ, ദേവി എവിടെ എന്ന് ചോദിക്കുമ്പം, അച്ഛാ ദേവിയെടുത്ത് ഇപ്പം ICUവിലാ. ഡോക്ടർമാർ ഒന്നും പറഞ്ഞില്ല വ്യക്തമായിട്ട് എന്ന് പറയാം. അപ്പോഴത്തേക്കും ഗോമതി പറയും, ഈശ്വര, എന്താ ഇതൊക്കെ കേൾക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അമ്മയൊന്ന് സമാധാനപ്പെട്. ഒരു വിധത്തിലാണ് ആനന്ദേട്ടനെ ഇവിടെ പിടിച്ച് ഞാൻ നിർത്തിയത്. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അയാളത്തെ കാണാൻ അമ്മ വാശി പിടിച്ച ആനന്ദേട്ടൻ വീണ്ടും തുടങ്ങും. അപ്പോഴത്തേക്കും ബാലനാണെങ്കിൽ ആനന്ദനെ നോക്കുക. ബാലേട്ടാ, ഒന്ന് പറ ബാലേട്ടാ, നമുക്ക് ദേവിമോളെ കാണണമെന്നൊന്ന് പറ. ദേവിമോക്കും കുഞ്ഞിനും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നീ സമാധാനപ്പെടേണ്ട ഗോമതി. ഈ അവസ്ഥയിൽ അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ആനന്ദിന് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളല്ലേ? നമ്മളിങ്ങനെ തുടങ്ങിയാലോ? നീ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയാണ് കേട്ടോ ബാലൻ. നീ ഇവിടെ നിൽക്കുക, ഞാൻ ആനന്ദിനോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലാം. പാകെ തകർന്ന് ആ കുഞ്ഞുടുപ്പുകളും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആനന്ദ്. മോനെ ആനന്ദേ എന്നും ചോദിച്ച് പയ്യെ ബാലൻ വിളിക്കുക. ബാലൻ വിളിക്കുന്നത് പോലും ആനന്ദ് അറിയുന്നില്ല. വേറെ ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് ആനന്ദിൻ്റെ ഇരിപ്പ്. അപ്പം മീനു പറയും, അമ്മേ, സുകന്യ ചേച്ചി വിളിച്ചിരുന്നു. അലോകിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഭാഗ്യം, ഞാൻ പേടിച്ച ഇവിടെ നിന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് അതും കൂടി താങ്ങാൻ പറ്റില്ലായിരുന്നു അമ്മേ. ആകെ ടെൻഷൻ അടിച്ചാൽ ഇവിടെ നിൽക്കുന്നേ. അപ്പോഴത്തേക്കും ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്തൊക്കെ ഒരു ദിവസം സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പം ഗോമതി ഒരു മറുപടിയും പറയില്ല കേട്ടോ. അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞ് മീനുവിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഗോമതി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പം പയ്യെ ബാലൻ വീണ്ടും ആനന്ദിനെ വിളിക്കും. മോനെ ആനന്ദേ, അച്ഛൻ വിളിക്കുന്ന അറിയുന്നില്ലേടാ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയും അതുപോലെ മീനുവും അവരെ ശ്രദ്ധിക്കുക. അച്ഛ കണ്ടോ, അവരെൻ്റെ ദേവിയെ കാണാൻ സമ്മതിക്കുന്നില്ല അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ കേൾക്കും എന്നൊക്കെ നമ്മുടെ ആനന്ദ് വളരെ സങ്കടത്തോടു കൂടി ബാലനോട് പറയാം. അവരെന്തൊക്കെയോ പറയാം. എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് എനിക്കറിയണ്ടേ ഞാനല്ലേ അത് ആദ്യം അറിയേണ്ടത്. എന്നിട്ട് എന്നോട് അവരൊന്നും പറയുന്നില്ല അച്ഛനൊന്ന് പറ. അച്ഛൻ പറഞ്ഞാൽ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ആനന്ദ് പറയണം കേട്ടോ. അത് കാണുമ്പം ഗോമതി ആകെ കരയുവാണ്. ആനന്ദ് വല്ലാത്തൊരു ഭാവത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അച്ഛൻ ഡോക്ടറോട് സംസാരിക്കുക പ്ലീസ് കുഞ്ഞ് സേഫാണെന്ന് അറിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ സമാധാനത്തോടെ ഇവിടെ ഇരുന്നോളാം. അച്ഛനൊന്ന് സംസാരിക്കുക പ്ലീസ് എന്നും പറഞ്ഞ് കെഞ്ചുവാണ് കേട്ടോ ആനന്ദ് ബാലൻ്റെ മുന്നിൽ. ബാലനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അങ്ങ് സങ്കടത്തോടെ നിൽക്കുക. അച്ഛൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, കുഞ്ഞ് സേഫാ. അയ്യേ, അമ്മ എന്തിനാ കരയുന്നേ? അമ്മ കരയൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഹേയ് മീനു നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? മീനു
നീ എല്ലാവരോടും പറഞ്ഞു കൊടുത്തേ, നീയല്ലേ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ധൈര്യമുള്ള ആള്, നീ പറഞ്ഞ ഇവരൊക്കെ വിശ്വസിക്കും. ആ അതെ, ആനന്ദേട്ടൻ പറയുന്നത് ശരിയാ, നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കും മീനു. ഇതുപോലെ ഞാനേ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, ദേ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് അവൻ മേടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകളെല്ലാം കാണിക്കുക. അച്ഛാ ഇത് നോക്കിക്കേ, പുത്തൻ പുതിയ മോഡല് കുഞ്ഞുടുപ്പുകളാ, ഞാനേ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാ, നല്ല ഭംഗിയല്ലേ മീനു, നോക്കിക്കേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ദേവിക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടും. അച്ഛൻ നോക്കിക്കേ അച്ഛാ, ഇത് കണ്ടോ എത്ര രസമാ, പുതിയ സ്റ്റോക്ക് ഗോഡൗണിൽ നിന്ന് ഞാൻ അവരെ കൊണ്ട് എടുപ്പിച്ചതാ, നല്ല ഭംഗിയില്ലേ, നമ്മുടെ കുഞ്ഞിന് ഇത് നന്നായിട്ട് ചേരും, ആൺകുഞ്ഞാണേലും പെൺകുഞ്ഞാണേലും ഇടാൻ പറ്റുന്ന ടൈപ്പാ. അച്ഛാ നന്നായിട്ടല്ലേ, നോക്കച്ഛാ, അച്ഛൻ നോക്ക്, അച്ഛൻ ഇത് എന്താ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഈ ഉടുപ്പിലോട്ട് നോക്കിക്കേ, അമ്മേ നോക്കിക്കേ അമ്മേ, നല്ല ഭംഗിയല്ലേ, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ, അച്ഛൻ എന്താ ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കാത്ത എന്ന് വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ് കേട്ടോ. ആ അച്ഛൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സിലായി, ഞാനെടുത്ത ഈ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അമ്മ നോക്കിക്കേ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഗോമതിയാണ് വാ പൊത്തിക്കൊണ്ട് പതിയെ തലയാട്ടു കേട്ടോ. ആ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു, പുതിയ ഫാഷൻ ഡ്രസ്സുകൾ ആയതുകൊണ്ട് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, അതാണോ അമ്മ എന്നോട് വാ തുറന്നൊന്നും പറയാത്തത്? ആ മീനുവിന് ഇഷ്ടപ്പെടും. മീനു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ മീനു, നല്ല ഭംഗിയില്ലേ? ആ ഇഷ്ടപ്പെട്ട ആനന്ദേട്ടാ, നന്നായിട്ടുണ്ട് ആനന്ദേട്ടാ, ആനന്ദേട്ടൻ അവിടെ ചെന്ന് ഇരുന്നേ എന്ന് പറയാണ്. ആ ഇരിക്കാം, ഞാൻ അവിടെ ഇരിക്കാം, ഞാനിതേ നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ മീനു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നോളാവേ, നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ടെന്നേ, കുഞ്ഞ് സേഫാ, കുഞ്ഞിന് ഒരു അബദ്ധം സംഭവിക്കില്ല, അവനിവിടെ കാവലായിട്ട് അച്ഛനുണ്ടല്ലോ, അച്ഛനിവിടെ ഉള്ളപ്പം എൻ്റെ കുഞ്ഞിന് ഒരു അബദ്ധം സംഭവിക്കില്ലെന്നേ, ഈ അച്ഛനെ വിട്ടിട്ട് പോകാനൊന്നും എൻ്റെ കുഞ്ഞിന് അങ്ങനെ പറ്റില്ലെന്നേ എന്ന് പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ആനന്ദിൻ്റെ മട്ടും ഭാവമൊക്കെ കാണുന്ന ഗോമതിയും ബാലനും നെഞ്ചുരുകി കരയാണ്, തൻ്റെ മകനെ ഇതുപോലെ തകർന്ന അവസ്ഥയിൽ അവർ കണ്ടിട്ടേയില്ല. അച്ഛാ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അച്ഛാ? ഒരു കുഴപ്പം ഉണ്ടാവില്ലടാ മോനെ, നീ സമാധാനപ്പെട്, ദേവിമോക്കും കുഞ്ഞിനും ഒരാപത്തും ഉണ്ടാവില്ല, എൻ്റെ മോൻ ഇങ്ങനെ തകരല്ലേ. ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ വെറുതെ അച്ഛനോട് ചോദിച്ചതാ. അപ്പം ആനന്ദിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പൊട്ടിക്കരയും. ഇത് കാണുന്ന മീനു ഗോമതിയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് പറയും, അമ്മ സ്വയം നിയന്ത്രിക്കേണ്ട സമയം ഇത്, ഞാൻ എങ്ങനെയാ മോളെ ഇതൊക്കെ കണ്ടിട്ട് നിയന്ത്രിച്ച് നിൽക്കുന്നത് എന്നും പറഞ്ഞാൽ ഗോമതി വീണ്ടും കരയാം. അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെ കരയല്ലേ, ആനന്ദേട്ടന് ബലം കൊടുക്കേണ്ടത് അമ്മയല്ലേ, ആ അമ്മ തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെ ശരിയാവും അമ്മേ? എനിക്ക് ഒട്ടും ധൈര്യമില്ല മോളെ, എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള കരുത്തൊന്നും ഇല്ല. ആനന്ദ് ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ? ആനന്ദേട്ടനെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ടമ്മേ, പതിയെ ശരിയായിക്കോളും, കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നറിയുമ്പം നമ്മുടെ പഴയ ആനന്ദേട്ടൻ ആയിക്കോളും എന്ന് മീനു പറയാണ്. കുഞ്ഞിനൊരു കുഴപ്പം കാണില്ലായിരിക്കും അല്ലേ എന്ന് അപ്പോൾ കോമതി മീനുവിനോട് ചോദിക്കുക. അമ്മ പ്രാർത്ഥിക്കുക, ദൈവം നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല. ഇതേ സമയം ബാലനും ആകെ കരയാണ് കേട്ടോ. ആനന്ദിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഒരെത്തും പിടിയില്ല. ആനന്ദ് ആ കുഞ്ഞുടുപ്പുകളും കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ്. ബാലനാണെ ആനന്ദിനെ ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ പാവ മനുഷ്യനും കണ്ണീരൊഴുക്കുകയാണ് കേട്ടോ. എല്ലാവരും ദേവിയുടെ ഒരു വിവരങ്ങളും അറിയാതെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ഗോമതി ചോദിക്കും, മീനു ദേവിമോക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല അമ്മേ, ഒരാപത്തും സംഭവിക്കില്ല. ഭഗവാനെ ഗുരുവായൂരപ്പ ഒരാപത്തും ഉണ്ടാവില്ലേ? പെട്ടെന്ന് ആനന്ദ് ബോധം വന്നോലെ എഴുന്നേക്കുക. അച്ഛാ ഡോക്ടർ വന്നോ? എന്താ പറഞ്ഞേ? മീനു എന്താ പറഞ്ഞേ? കുഞ്ഞ് സേഫ് അല്ലേ? കുഞ്ഞിനൊരാപത്തും ഇല്ലല്ലോ? അപ്പം മീനു പറയും, പ്രൊസീജിയർ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആനന്ദേട്ടാ, ഇപ്പം കഴിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് ഐസുവിൻ്റെ വാതിലിനിട്ട് അടിക്കാനായിട്ട് തുടങ്ങുവേ. അയ്യോ അച്ഛ എൻ്റെ കുഞ്ഞ്, അവരൊന്നും പറഞ്ഞില്ലേ? ആനന്ദേ നീ ഇവിടെ വന്നേ എന്നും പറഞ്ഞ് ബാലൻ പിടിച്ചു മാറ്റും. നീ സമാധാനപ്പെടും മോനെ, നീ സമാധാനമായിട്ടിരിക്കുക, കുഞ്ഞ് സേഫായിരിക്കും, ഒരു കുഴപ്പം വരില്ല, നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സ്വയം അവൻ പറയാണ് കേട്ടോ. ആ കുഞ്ഞ് സേഫായിരിക്കും, എൻ്റെ മോന ഇങ്ങനെ സങ്കടപ്പെടല്ലേ. എന്നിട്ട് വീണ്ടും ആ ഉടുപ്പുകൾ എടുക്കുക. നോക്കിക്കേ അച്ഛാ, നല്ല ഉടുപ്പുകളല്ലേ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽസാ, നല്ല സുഖം ഇതിട്ട് കഴിഞ്ഞാൽ. അമ്മേ ഇത് കണ്ടോ, ഇത് കൊള്ളാവോ അമ്മേ? നല്ല ഭംഗിയില്ലേ അമ്മേ? ക്യൂട്ടായിട്ടുണ്ടല്ലേ മീനു എന്നൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർ ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, പേഷ്യൻ്റ് സ്റ്റേബിളാണ്, മദർ ഈസ് ഔട്ട് ഓഫ് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ എന്നും കൂടി പറയാം. ഇത് കേൾക്കുന്ന മീനു, ഗുരുവായൂരപ്പ നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഗോമതിക്കും ബാലനും പെട്ടെന്നങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോമതി എന്താ മീനു, എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുക. അമ്മേ ദേവിയടുത്തേക്ക് ഒരു കുഴപ്പമില്ലെന്ന്, ദേവിയടുത്ത് സേഫാണെന്ന്. അതെയോ, അങ്ങനെയാണോ പറഞ്ഞേ? ഓ ഈശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ടൂലോ എന്ന് പറഞ്ഞ് ഗോമതിയും പ്രാർത്ഥിക്കുക. അപ്പം അത്
മനസ്സിലാകുമ്പം ബാലനും ആനന്ദിനും ഒക്കെ ഒരുപാട് സന്തോഷം വരികയാണ്. ഹോ ഈശ്വര, സമാധാനമായി, എൻ്റെ ഗുരുവായൂരപ്പ നീ ഞങ്ങളെ കാത്തു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. എടാ നിനക്കിപ്പോൾ സമാധാനമായില്ലേ, ദേവിമോക്ക് ഒരു കുഴപ്പമില്ലടാ എന്ന് ബാലൻ ആനന്ദിനോട് പറയാം. പേഷ്യൻറ്റിന് സെവിയർ ബ്ലീഡിംഗ് ആയിരുന്നു, എമർജൻസി ഇൻ്റർവെൻഷൻ ചെയ്ത് ബ്ലീഡിംഗ് ഞങ്ങൾ കൺട്രോൾ ചെയ്തു എന്ന് പറയാണ് കേട്ടോ ഡോക്ടർ. അപ്പം പെട്ടെന്ന് ഡോക്ടർ ഇംഗ്ലീഷിൽ മെഡിക്കൽ ടേംസ് ഒക്കെ പറയുമ്പം ബാലനും ഗോമതിക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ ഡോക്ടറോട് എടുത്ത് ചോദിക്കും, ദേവിമോക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കും. ഒരു പ്രശ്നവും ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ദേവി ഓവർകം ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ദേവി സേഫാ എന്ന് പറയുകയാണേ. അപ്പം എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക. ഡോക്ടറെ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, അവളെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം തന്നെ പോസ്റ്റ് ഓപ്പറേറ്റ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പം അമ്മയ്ക്ക് മോളെ കയറി കാണാൻ കേട്ടോ, ICUവിൽ കയറാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറയണേ. അപ്പോൾ ആനന്ദ അടുത്തേക്ക് വേഗം ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുക. ഡോക്ടർ എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത് എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തല കുനിച്ച് നിൽക്കുക. ഡോക്ടർ സത്യം പറ, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, ദേവിക്കൊപ്പം ഞങ്ങളുടെ കുഞ്ഞ് സേഫ് ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞതിനർത്ഥം എന്ന് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാതെ നിൽക്കുക. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചു മിസ്റ്റർ ആനന്ദ്, പക്ഷെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ഡോക്ടർ പറയാം. അത് കേൾക്കുന്ന ആനന്ദിന് വിശ്വസിക്കാൻ കഴിയില്ല. ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുടുപ്പുകളെല്ലാം താഴെ വീഴാണ്. ഗോമതി നെഞ്ചത്ത് പിടിച്ച് കരയുവാണ് കേട്ടോ. സെവിയർ ബ്ലീഡിങ്, പ്ലാസൻ്റയിലുണ്ടായ പ്രശ്നവും കാരണം കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ദേവിയുടെ കണ്ടീഷൻ തന്നെ ഞങ്ങൾ സേഫാക്കിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം മീനു അയ്യോ എന്താ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് മീനും കരയുവാണേ. സോറി എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം എല്ലാവരും കൂട്ടക്കരച്ചില്ല. അപ്പം ആനന്ദാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുക. ഗോമതിയാണ് തലക്കടിച്ച് കരയുക. ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ആനന്ദും ദേവിയും എങ്ങനെ ഇത് സഹിക്കും എന്ന് പറഞ്ഞ് കരയുക. ആനന്ദാണ് തൻ്റെ തലയിൽ പിടിച്ച് മുടിയൊക്കെ വലിച്ച് കോർത്തിങ്ങനെ വിടുക. വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. എന്നിട്ട് ബോധം കെട്ട് വീഴാൻ തുടങ്ങുന്ന ആനന്ദിനെ ഒരു വിധത്തിൽ ബാലനും മീനും കൂടി പിടിച്ച് കസേരയിൽ ഇരുത്തുകയാണ് കേട്ടോ. മോനെ ആനന്ദേ, മോനെ കണ്ണു തുറക്കടാ, എടാ ആനന്ദേ, എടാ നീ ഇങ്ങനെ തകർന്നു പോവല്ലേടാ, നമുക്ക് ദേവിമോക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നീ അതെങ്കിലും കരുതി സമാധാനിക്കുക, അവൾക്ക് നീയല്ലേ ഉള്ളൂ, അവൾക്ക് നീ വേണ്ടേ സമാധാനിപ്പിക്കാൻ. അപ്പം ആനന്ദ് കണ്ണു തുറക്കുന്നില്ല. ആനന്ദേ മോനെ നിനക്ക് എന്താടാ എന്ന് പറഞ്ഞ് മീനും ഗോമതി കൂടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിയും ബാലനും അവനെ വിളിച്ചുണർത്താനായിട്ട് നോക്കുക. ഇതേ സമയം ദേവി ഒരു മയക്കത്തിലാണ് കേട്ടോ. പതിയെ കണ്ണു തുറക്കുന്ന ദേവി ചോദിക്കും, എൻ്റെ കുഞ്ഞെന്തേ എന്ന് ചോദിക്കുക. ഉണർന്നോ എന്നപ്പം അടുത്തിരുന്ന നേഴ്സ് ചോദിക്കുക. അപ്പം തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം പോലെ ദേവിക്ക് തോന്നുക. അപ്പം ദേവിയാണ് ചുറ്റും നോക്കുക, ഞാനിത് എവിടെയാ? അപ്പം പെട്ടെന്നാ ദേവിയാണെങ്കിൽ ആശുപത്രിയിലാണെന്ന ബോധം വരുന്നത്. ഇതെന്താ ഞാൻ ഇവിടെ? എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലില്ല, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ച് കാണില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞ് പറ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്നാ നേഴ്സ് പറയണേ. ഇല്ല, എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല. എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, സത്യം പറ. ഇല്ല, ഒരു കുഴപ്പമില്ല കുഞ്ഞിന്. എൻ്റെ വയറ്റിൽ തൊടുമ്പോൾ അവൻ്റെ അനക്കം അറിയാൻ പറ്റണില്ലല്ലോ, അവനെ ഞാൻ തൊടുമ്പോഴൊക്കെ അനങ്ങുന്നതാ. അയ്യോ എൻ്റെ കുഞ്ഞിനെന്തോ പറ്റിയിട്ടുണ്ട്, ഇതെല്ലാം കള എന്ന് പറഞ്ഞ് കയ്യിൽ കയറ്റിയിരുന്ന കാനുലയൊക്കെ വലിച്ചു പറിക്കും. മീനു ഓടി വാ, മീനു എൻ്റെ കുഞ്ഞ്, അമ്മേ മീനു വിട്, എൻ്റെ കുഞ്ഞിന് നിങ്ങൾ എന്താ ചെയ്തേ എന്നും പറഞ്ഞ് നേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. മീനു ഓടി വാ. അപ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. ദേവി പ്ലീസ്, ദേവി കാം ഡൗൺ, ഞാൻ പറയട്ടെ, അവിടെ ഇരിക്കുക. ഡോക്ടർ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേവി പറയുന്നതൊന്ന് കേൾക്കൂ ദേവി. ഡോക്ടർ എന്താ ഇത്? വയറ്റ് തൊടുമ്പോൾ അവൻ്റെ അനക്കം ഇങ്ങനെ അറിയാവുന്ന പറ്റുന്നതായിരുന്നു, ഇപ്പം അവൻ അനങ്ങുന്നില്ല ഡോക്ടർ. എൻ്റെ കുഞ്ഞെന്തേ? സത്യം പറ, ഈ ഭാരമില്ലാത്ത പോലെ തോന്നുക. എൻ്റെ കുഞ്ഞിനെന്ത് പറ്റിയ? എൻ്റെ കുഞ്ഞെന്തേ? എനിക്കെന്തോ നഷ്ടപ്പെട്ടു, സത്യം പറ ഡോക്ടറെ പ്ലീസ് എന്ന് പറഞ്ഞ് ദേവി വല്ലാത്ത ബഹളം വെക്കാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവരുമ്പം തനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് പറയാം. ബ്ലീഡിങ്ങോ? എനിക്കോ? താൻ വീണ ആ വീഴ്ചയിൽ പ്രഗ്നൻസി അൺസ്റ്റേബിളായി പോയി എന്ന് ദേവിയോട് ഡോക്ടർ തുറന്നു പറയാം. സ്കാനിങ്ങിൽ അത് ബോധ്യപ്പെട്ടു. അപ്പം ദേവി ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുക. ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് തൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല.
ഡോക്ടർ എന്താ പറയുന്നത്, ഡോക്ടർ എന്താ പറയുന്നതെന്ന് ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിനർത്ഥം എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് ഡോക്ടർ പറ. "ഏ, ദേവി ഞാൻ പറയാം, താനൊന്ന് സമാധാനപ്പെട്. വീഴ്ചയിൽ തൻ്റെ ബേബി മിസ്കാരേജ് ആയിപ്പോയി." മിസ്കാരേജ് ആയി പോവുകയോ? ഏയ് ഇല്ലില്ല, ഡോക്ടർ വെറുതെ പറയാം. തന്നെ രക്ഷിക്കാൻ DNC ചെയ്യാതെ വേറെ രക്ഷയുണ്ടായിരുന്നില്ലടോ എന്ന് പറയാം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയ ദേവി വിശ്വസിക്കാനാവാതെ തകർന്ന് നിൽക്കുക. അപ്പം എൻ്റെ കുഞ്ഞിനി ഇല്ലേ? എൻ്റെ കുഞ്ഞില്ലാതെ എന്നെ മാത്രം എന്തിനാ ഡോക്ടറെ രക്ഷിച്ച്? എന്നെയും കൂടി കൊന്നു കളയാൻ മേലായിരുന്നോ? ഞാനിനി എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ബോധം മറിഞ്ഞ് ബെഡിലേക്ക് വീഴാണ് കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു വരിക. അപ്പോൾ ഡോക്ടറും ആകെ വല്ലാതെ ആയി പോവാണ്. ഇതേ സമയം ICUവിന് പുറത്ത് ആനന്ദാണെങ്കിൽ പൊട്ടി പൊട്ടി കരയാം. ആനന്ദിൻ്റെ കരച്ചിൽ കണ്ട് ആനന്ദിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ബാലനാണെങ്കിൽ ഒരറ്റത്ത് നിൽക്കുക. ആനന്ദ് വല്ലാത്തൊരു ദേഷ്യത്തോടെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയാണ്. ഒന്നും വേണ്ട, ഈ ഡോക്ടർക്കെതിരെയും ഈ ആശുപത്രിക്കെതിരെയും കേസ് കൊടുക്കണം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന്. ഇവരൊക്കെ വ്യാജന്മാരാച്ചാ. എടാ മോനെ, നീ സാഹചര്യം മനസ്സിലാക്കുക. ദേവിയെ രക്ഷിക്കണമെങ്കിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് ഡോക്ടറെ കാണിച്ചാലും അവരൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ. ആരോട് ചോദിച്ചിട്ടാ അവരെൻ്റെ കുഞ്ഞിനെ കൊന്നത്? എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, എൻ്റെ കുഞ്ഞിനെ തരാൻ പറ. അപ്പോൾ ഗോമതി വന്ന് ആനന്ദിനെ പിടിക്കും. മോനെ, അമ്മ പറയുന്ന മനസ്സിലാക്കടാ. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ അവരങ്ങനെ ചെയ്തത്? അമ്മയുടെ പേരക്കുട്ടിയെ ഇവരെല്ലാവരോടും കൊന്നത്. അമ്മയ്ക്ക് വിഷമമില്ലേ? എടാ മക്കളെ, നീ ഒന്ന് സമാധാനപ്പെടടാ. ആ കുഞ്ഞ് പോയടാ, നീ അതൊന്ന് ഉൾക്കൊള്ളടാ. ഇവിടെ കൊണ്ടുവരുമ്പം തന്നെ ബ്ലീഡിങ് ആയി മിസ്കാരേജ് ആയെന്നല്ലേ അവർ പറഞ്ഞത്. നീ ഒന്ന് മനസ്സിലാക്കടാ. അല്ലാതെ ഇങ്ങനെ കരയാതെടാ. എൻ്റെ കുഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല. എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ കുഞ്ഞിനെ കൊന്നോ? ഇല്ലില്ല. ഇത് കണ്ടോ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന കുഞ്ഞുടുപ്പുകൾ എടുക്കുക. അച്ഛൻ കാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാ. എൻ്റെ കുഞ്ഞ് ഇത് നോക്കച്ചാ, എത്ര നല്ലതാ അല്ലേ മീനു? ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മേടിച്ചതാ. ഇതിടാൻ ഇനി അവനില്ല എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പം ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേട്ട, എന്തെങ്കിലും പറഞ്ഞ് അവനെ ഒന്ന് മയപ്പെടുത്ത് ബാലേട്ട. നമ്മുടെ മോൻ്റെ അവസ്ഥ കണ്ടോ? എടാ, നീ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കടാ ആനന്ദേ. നീ ഇങ്ങനെ കരയാതെടാ. സാഹചര്യം നമ്മൾ ഉൾക്കൊണ്ടല്ലേ വരൂ. മീനു, നീ വേഗം പോലീസിനെ വിളിക്കും മീനു എന്ന് മീനുവിനോട് പറയണം. അപ്പം മീനു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആനന്ദിനെ നോക്കുക. നീ വിളിക്ക്, നിനക്കാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നേ. വിളിക്ക്, ഇവരൊക്കെ വ്യാജന്മാരാ. നമ്മുടെ കുഞ്ഞിനെ അവർ കൊന്നു മീനു. നമുക്ക് പോലീസ് കേസ് കൊടുക്കണം എന്നും പറഞ്ഞ് ആനന്ദ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.